കുറേ ആയി ഇത് വീടുണ്ടാക്കിയിട്ട്. ചോർന്ന മഴ പെയ്താൽ പിന്നെ ഇതിൻ്റെ ചോട്ടിൽ ഇരിക്കാനോ കിടക്കാനോ ഒന്നും കഴിയൂല. ഒരുപാട് ആൾക്കാരെ അറിയിച്ചതാണ്, അവരൊക്കെ വന്ന് കണ്ടു പോയതുമാണ്. വെള്ളം പ്രശ്നമാണ്, വീട് പ്രശ്നമാണ്, ഒക്കെ പ്രശ്നമാണ്. കോളനിയിലെ 30ഓളം കുടുംബങ്ങൾ കഴിയുന്നത് ഇങ്ങനെ അടച്ചുറപ്പില്ലാത്ത വീടുകളിലാണ്. വെള്ളം ഞങ്ങൾ സ്വന്തമായിട്ട് ഓസ് വാങ്ങിയിട്ടിട്ടാണ് ആ മലയിൽ നിന്ന് ഓസിട്ട് വെള്ളം കുടിക്കുന്നത്. അത് ചില ദിവസം ആന വന്ന് അങ്ങനെ തന്നെ ചവിട്ടി പൊട്ടിച്ച് ഒടിച്ച് മടക്കിയിട്ടിട്ട് പോകും. പിന്നെ അതിന് ഓടി നടക്കണം. പണിയിലാണോ? കുടിവെള്ളത്തിൻ്റെ പൈപ്പ് ആ ഭാഗത്തൂടെ ഒക്കെ ഉണ്ട്, പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഒക്കെ ആന ചവിട്ടി ഒടിച്ച് പൊട്ടിച്ച്. ഇത് ബാലൻസ് ഇതിലൂടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു, ഒക്കെ അന്ന് പറിച്ചെറിഞ്ഞതാ. ഇത് ഒരു മാസത്തോളം വെള്ളം വന്നു. പിന്നെ അതിന് ശേഷം പിന്നെ കുടിവെള്ളം അത് വന്ന് ഫെബ്രുവരി മാർച്ച് മാസം വന്നാൽ കുടിവെള്ളത്തിന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടും ബഹളമായിരിക്കും. ഒരു ഓലിയിൽ നിന്നാണ് എല്ലാവരും ഓസിട്ടിട്ടുള്ളത്. എന്നുവെച്ചാൽ ഒരു 10-20 കുടുംബമെങ്കിലും അവിടെ ഓസിട്ടതാണ് ഓലിയിൽ നിന്ന്. ആ വെള്ളം ഓരോരോ കുഴിയിൽ നിന്ന് ഓരോരുത്തർ ഇങ്ങനെ ഇടുക, അവിടുന്ന് വെള്ളം ഉറവ് വറ്റുമ്പോൾ വേറെ സ്ഥലത്തേക്ക് മാറ്റുക. എല്ലാ സംവിധാനങ്ങളും താഴെത്തിയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയായിട്ട് ഇങ്ങോട്ട് ആ ഒരു പദ്ധതി എത്തുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്കുള്ള ആ സംവിധാനത്തിലുള്ള വെള്ളം കുടിവെള്ളം ഞങ്ങൾക്ക് കിട്ടുകയോ ചെയ്തിട്ടില്ല. അതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് ട്രൈബൽ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ പദ്ധതി വന്നത്. ഇത് വന്നിട്ട് എന്നുവെച്ചാൽ ഒരു മാസം കണ്ട് ഞങ്ങൾ വെള്ളം കുടിച്ചിട്ടുണ്ട് ഇതൊന്ന്. അതിൻ്റെ ശേഷം പിന്നെ ആ വെള്ളം വന്നിട്ടില്ല. കോളനിയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ബന്ധപ്പെട്ടവർ കാണാഞ്ഞിട്ടോ അറിയാഞ്ഞിട്ടോ അല്ലല്ലോ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് പറയാനേ അല്ലേ പറ്റുള്ളൂ. അവരെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കാൻ ഞങ്ങൾക്കുള്ള അതിനുള്ള ഇതില്ലല്ലോ. ഷിജിൻ നരിപ്പറ്റിയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.